ഹായ് ഹലോ, ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ സ്വന്തം നാടായ ഇടവണ്ണയിൽ തന്നെ ചാത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു അടിപൊളി ഹിഡൻ സ്പോട്ടിലേക്കാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അന്ന് എനിക്ക് ഇതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം സ്പോട്ടിൽ എത്താനായിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാട്ടോ. പോകുന്ന വഴിയിലൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. ഉറവ പൊട്ടിയിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. കുറച്ച് മുകളിലെത്തി കഴിഞ്ഞപ്പോൾ വണ്ടി നമുക്ക് മേലോട്ട് കയറ്റാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ. അത് വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രതിസന്ധികളൊക്കെ നേരിട്ട് നമ്മുടെ സ്പോട്ടിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ വണ്ടി കുറച്ച് താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയുടെ അവസ്ഥ. ഇതൊരു കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതായത് കാട് താണ്ടി കുന്നൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളൊരു ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുള്ള സൂചനയാണ് ആ കട കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ അവിടുന്ന് വെള്ളവും ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് മഴക്കാലല്ലായിരുന്നു, നല്ല വെയിലുള്ള സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കുന്നാണ് കയറാൻ പോകുന്നത്. നമുക്ക് കോട കിട്ടണം. ഇപ്പോൾ രാവിലെ ഒരു 6:30ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഒരു 5 മണി 5:30 ആയ സമയത്ത് ഇറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പ്ലാൻ എങ്ങനെയായിരുന്നു, പക്ഷേ ഉറക്കത്തിൻ്റെ ഒരു അതുമൂലം നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാട്ടിലൂടെയുള്ള യാത്ര തുടരാണ്. കുറേ കുന്ന് കയറി കഴിയുമ്പോൾ നിരപ്പായൊരു സ്ഥലം വരും. വീണ്ടും കുന്ന് കയറണം, വീണ്ടും നിരപ്പായ സ്ഥലം, അങ്ങനെ കയറി നമ്മൾ ഏകദേശം ഒന്നല്ല, മുകളിൽ എത്തിയിട്ടുണ്ട്. വല്ല പുലിയോ കടുവയോ ഇറങ്ങുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ പേടി. കാരണം ഇപ്പം അതൊക്കെ പേടിക്കണമല്ലോ. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിലെ ആമസോൺ വ്യൂ പോയിന്റ് കേട്ടോ. ഒരു മിനി ആമസോൺ വ്യൂ എന്ന് പറയാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് കോടയൊക്കെ കാണാൻ പറ്റിയിട്ട് ഒരു ചെറിയ ചാറ്റൽ മഴയും കാറ്റൊക്കെ കൊണ്ട് അവിടെ നിൽക്കാൻ ഒരു പ്രത്യേക ഫീൽ തന്നെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു കേട്ടോ. നമ്മൾ കോട്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് നമ്മളവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലെ മഴക്കാലത്ത് നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ഇതുപോലെയുള്ള കുന്നും മലയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക, സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ വീഡിയോസ് എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടേതായിട്ടുള്ള പട്ടിഷോ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും. കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വരുന്ന വഴിയിൽ ഒരു ചോല എഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.